ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തെ ആസ്പദമാക്കി ചില സുപ്രധാനമായ എന്നാൽ തീരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചിന്തകൾ ഏവരുമൊത്ത് പരിഗണിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ചിന്തകളിലേക്ക് പ്രവേശിക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു എന്ന് പറഞ്ഞു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, എന്നാൽ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ആരാണ് കള്ളപ്രവാചകന്മാർ? ഈ ഒരു ആശയത്തെ, ഈ ഒരു പ്രതിഭാസത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യേശു വളരെയധികം ഊന്നൽ നൽകി പ്രസ്താവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ യേശു വളരെ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പ്രതിഭാസം, അതിനെ വ്യക്തമായി മനസ്സിലാക്കുക നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് അപകടമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അപകടത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതിനെപ്പറ്റി വ്യക്തതയുണ്ടാകണം, നിങ്ങളിത് സംബന്ധമായി ജാഗരൂകരായിരിക്കണം എന്നത്രേ യേശു നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ജാഗരൂകത പാലിക്കണമെന്ന നമ്മുടെ ആത്മീയമായ കടമയും അച്ചടക്കവും അത് അർഹിക്കുന്ന വിധത്തിൽ പാലിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം വളരെ ആവശ്യമാണെന്ന് ഏവർക്കും പെട്ടെന്ന് ബോധ്യപ്പെടും. അതായത്, കള്ളപ്രവാചകന്മാർ ആരാണ്? നാം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? കള്ളപ്രവാചകന്മാർ ആരാണെന്നറിയാതെ അവർ ചെയ്യുന്ന ദ്രോഹത്തിനെതിരെ അല്ലെങ്കിൽ ദ്രോഹത്തെപ്പറ്റി ജാഗരൂകരായിരിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. ഉള്ളതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വേണ്ട വിധത്തിലുള്ള വ്യക്തത ഇല്ലാതെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം ഏവരെയും അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നത് ഉചിതമാണ് എന്നത് തികച്ചും എന്നെ ഹേമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഓരോ പടിയായി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിലും മറ്റേത് വിഷയത്തിലും വേണ്ടത്ര വ്യക്തത പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പടി നാം ചവിട്ടേണ്ടത് ഒരു പ്രാവർത്തികമായ യാഥാർത്ഥ്യം മനസ്സിൽ കുറിക്കുവാനാണ്. അതെന്താണ്? പ്രവാചകൻ വന്ന് അവൻ്റെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം മാത്രമേ കള്ളപ്രവാചകൻ വരികയുള്ളൂ. കാരണം എന്താണ്? കള്ളപ്രവാചകന് അവൻ്റേതായ ആശയമോ ദർശനമോ ഒന്നുമില്ല. അവനൊരു ദൗത്യമുണ്ട്. എന്താണ്? പ്രവാചകൻ നിർവഹിച്ച മനുഷ്യരാശിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന ഈ അർത്ഥവത്തേറിയ ആത്മീയ ദൗത്യത്തിൻ്റെ ഗുണഫലങ്ങളെ തകിടമറിക്കുക. പ്രവാചകൻ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം നട്ടു വളർത്തുന്നിടത്ത് കള്ളപ്രവാചകൻ മുള്ളും പറക്കാരെയും എങ്ങനെ മുളപ്പിക്കാൻ സാധിക്കും എന്ന തത്രപ്പാടിലാണ്. ഏത് നല്ല കാര്യവും എടുത്തതിനെ വികൃതമാക്കി അത് സ്വന്തം ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം അപകടവും നഷ്ടവും കഷ്ടവും വിമിഷ്ടവും ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തയില്ലാതെ നിലപാട് സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സമീപനത്തെയാണ് കള്ളപ്രവാചകൻ്റെ സമീപനമായി ഇവിടെ യേശു ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ചെന്നായ്ക്കൾ
കള്ളപ്രവാചകന്മാരുടെ പ്രതീകം എന്താണ്? ചെന്നായ്ക്കൾ. ചെന്നായ്ക്കൾ നായാടി ജീവിക്കുന്ന വന്യമൃഗങ്ങളാണ്, നായാട്ടുകാരാണ് ചെന്നായ്ക്കൾ. ഇത് വളരെ ഇതാണ് രണ്ടാമത്തെ പടി നാം മനസ്സിലാക്കേണ്ടത്, നായാട്ട് ജീവിതം. അങ്ങനെ മറ്റ് മൃഗങ്ങളെ നായാടി ഉദരപൂർണം ചെയ്യുന്ന ചെന്നായ്ക്കൾക്ക് അത് ആക്രമിച്ച് പിടിച്ച് തിന്ന് വയറ് നിറയ്ക്കുവാനായി കൊതിച്ചിരിക്കുന്ന കുഞ്ഞാടുകൾ, അവയെപ്പറ്റി കരുതലുണ്ടാക്കുക തികച്ചും അസംഭവ്യമാണ്, അസ്വാഭാവികമാണ്. അതിന് രണ്ട് പക്ഷം ഉണ്ടാകുവാൻ സാധ്യമല്ലല്ലോ. താൻ കടിക്കുന്ന ആടിൻ്റെ വേദന ഓർത്തിരുന്നു കൊണ്ട് ദുഃഖിക്കുന്ന ഒരു ചെന്നായെയും മനുഷ്യജാതി ഇന്നുവരെയും അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ കുഞ്ഞാടുകളെ കടിച്ച് തിന്നുക എൻ്റെ അവകാശമാണ്, കുഞ്ഞാടുകളെ ഏറ്റവും സാമർഥ്യത്തോടെ പിടിക്കുക എന്നതാണ് എൻ്റെ മിടുക്ക് എന്നതിനപ്പുറം ചിന്തിക്കുവാൻ ഒരു ചെന്നായ്ക്ക് സാധ്യമല്ല. അപ്പോൾ പുറമേ ആടിൻ്റെ വേഷം അണിഞ്ഞ് വരികയും ഉള്ളിൽ ഈ കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവം വെച്ച് പുലർത്തുകയും. അപ്പോൾ ഇവിടെ അതിമനോഹരമായ ചിത്രീകരണമാണ്. ഞാൻ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിൻ്റെ ഭാവന, യേശു ഓരോ ആശയങ്ങളെ അത് വസ്തുനിഷ്ഠമാക്കുന്നത്, അത് കോൺക്രീറ്റൈസ് ചെയ്യുന്നത്, അത് ആവിഷ്കരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ അത്ഭുതം ഒരിക്കലും തീരാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം അത് പ്രത്യേകമായി കാണുന്നുണ്ട്. കള്ളപ്രവാചകൻ ആരാണ്? പുറമേ നോക്കുമ്പോൾ ആടിൻ്റെ വേഷമാണ്, അകമേ കടിച്ചു കീറുന്ന ചെന്നായാണ്. അപ്പോൾ ആടിനെയും ചെന്നായെയും ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ട് ചരിത്ര ഘട്ടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കി. ഇത് മൂന്നാമത്തെ പടിയാണ്, നാം ചവിട്ടുന്ന മൂന്നാമത്തെ പടിയാണ്. ചെന്നായ് വന്യമൃഗമാണ്, ആട് വളർത്തുമൃഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലെ യാഥാർത്ഥ്യബോധങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് യേശു പറഞ്ഞ ആത്മീയ സത്യങ്ങൾ അത് വേണ്ട വിധത്തിൽ മനസ്സിലാകുകയുള്ളൂ. ചെന്നായ് വന്യമൃഗമാണ്, ആട് വളർത്തുമൃഗമാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ പോലെ തങ്ങളെ തന്നെ അവതരിപ്പിക്കുകയും അങ്ങനെ വളർത്തുമൃഗമാണ് എന്നതുകൊണ്ട് സ്വീകാര്യത സമ്പാദിച്ച് അതിനെ വന്യമൃഗത്തിൻ്റെ സ്വഭാവത്തോടുകൂടെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തെ നാം മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കള്ളപ്രവാചകനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് വന്യമൃഗം, വളർത്തുമൃഗം, ഇത് രണ്ട് ചരിത്ര ഘട്ടങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഇനി ഞാനത് മനുഷ്യരാശിയുടെ അനുഭവത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പോവുകയാണ്. അത് നാലാമത്തെ ഘട്ടം, നാലാമത്തെ ചുവട് നാം ചവിട്ടാൻ പോവുകയാണ്. നമുക്കറിയാം, മനുഷ്യരാശിയുടെ ചരിത്രം നോക്കുമ്പോൾ ആദിമകാലത്ത് മനുഷ്യൻ നായാടി അവൻ്റെ ആഹാരം, വേട്ടയാടി അവൻ്റെ ആഹാരം സമ്പാദിച്ചിരുന്നു. മനുഷ്യർ നായാട്ടുകാരായിരുന്നു, വേട്ടക്കാരായിരുന്നു. ഹ്യൂമൻ ബീയിങ്സ് വർ ഹണ്ടേഴ്സ്. മനുഷ്യ രാശിയുടെ ചരിത്രത്തിൻ്റെ ഒരു സിംഹഭാഗത്തിലും മനുഷ്യൻ ഒരു നായാട്ടുകാരനായിരുന്നു. ആ നായാട്ടുകാരൻ എന്ന് പറയുന്ന ആ സമീപനം, ആ പ്രവണത, ഇൻസ്റ്റിങ്സ് ആൻഡ് ഇമ്പൾസസ്, ആ സമീപന രീതി, മനോഭാവം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി വിട്ടുമാറുകയില്ല. മനുഷ്യരാശി കടന്നു വന്ന ഏടുകളുടെ ഓരോ അവസ്ഥകളും നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത് വെളിപ്പെട്ട് വരാറുമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കോപം വരുമ്പോൾ നാം വന്യമൃഗങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ കോപിക്കരുത്. അതിനൊക്കെ വളരെ ചരിത്രപരമായ ധ്വനികളുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കോപിച്ചാൽ
നിങ്ങൾ കോപത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന കാലമത്രയും സമയമത്രയും നിങ്ങൾ വളർത്തുമൃഗങ്ങളെ പോലെയല്ല, നിങ്ങൾ വന്യമൃഗങ്ങളെ പോലെ ആയിരിക്കും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് കോപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കോപം വിട്ട് കഴിയുമ്പോൾ പറയുന്നത്, അയ്യോ ഞാനതങ്ങനെ ചെയ്ത്, എന്നെക്കൊണ്ട് അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു, ഞാൻ എങ്ങനെയാണ് ചെയ്തത്, ഞാനല്ലത് ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിൽ ന്യായമുണ്ട്. കാരണം അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അവൻ സഹസ്രാബ്ദങ്ങൾ പുറകോട്ട് പോയി മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. അത് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ കോപിക്കരുത്. കോപിച്ചാൽ നിങ്ങൾ വന്യമൃഗങ്ങളുടെ സ്റ്റേജിൽ മാത്രം, ആ ഘട്ടത്തിൽ നിന്ന് മാത്രം പ്രതികരിക്കും. കോപത്തെ അതിജീവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞാടിനെ അക്രമിയായിട്ടല്ല നാം കാണുന്നത്. അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു, മനുഷ്യർക്ക് ഗുണം വരുന്ന കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആരെയും അത് ആക്രമിച്ച് കൊന്ന് ഭക്ഷിക്കുന്നില്ല. അപ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കണം. ആത്മീയതയിൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരാശിയുടെ ഇഹലോക സഞ്ചാരം, മനുഷ്യരാശിയുടെ, വ്യക്തിയുടെ അല്ല, മനുഷ്യരാശിയുടെ ജേർണി ഓഫ് ഹ്യൂമൻ കൈൻഡ് ത്രൂ ഹിസ്റ്ററി, ചരിത്രത്തിൽ കൂടെ മനുഷ്യരാശിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള യാത്ര, ഈ ആത്മീയമായ ദർശനത്തിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വളരെയധികം ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെയാണ് വചന ശുശ്രൂഷ എന്ന് പറഞ്ഞ്, വചന പ്രഘോഷണം എന്ന് പറഞ്ഞ്, വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും ശബ്ദം മതി, ഉത്ബോധനമില്ലെങ്കിലും ആസ്വാദ്യത മതി, എൻ്റർടൈൻമെൻറ്റ് മതി എന്ന വിധത്തിൽ ഈ വലിയ ശുശ്രൂഷ അധപ്പതിപ്പിച്ച് കളഞ്ഞത്, അത് നാമാവശേഷമാക്കി കളഞ്ഞത് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ 3 ഘട്ടമുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ഘട്ടം നമുക്കറിയാം, മനുഷ്യൻ വേട്ടയാടി അവൻ ഉദരപൂർണം കഴിഞ്ഞു. രണ്ടാമത് അവൻ കൃഷിക്കാരനായി. മൂന്നാമത് അവൻ വിശ്വപൗരനായി. അത് നാം സെക്യുലർ ഹിസ്റ്ററി, മതേതര ഇതിഹാസത്തിൽ പഠിക്കുമ്പോൾ അതിൽ പാളിച്ചകളുണ്ട്. പക്ഷേ ഞാൻ ആത്മീയമായ ദർശനത്തിനാണിത് പറയുന്നത്. അത് നിങ്ങൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. നിങ്ങൾ യേശുവിൻ്റെ അവസ്ഥ, ഗെത്സമന തോട്ടത്തിലുള്ള യേശുവിൻ്റെ അവസ്ഥ ഒന്ന് പരിഗണിച്ചാൽ, ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളും അവിടെയുണ്ട്. എന്താണ്? യേശു അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടെ യേശുവിനെ പിടിക്കുവാനായി ഒരു സൈന്യം വരികയാണ്. ആ സൈന്യത്തെ അയക്കാൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഒരു മഹാപുരോഹിതനാണെന്ന് മനസ്സിലാക്കണം. അവൻ്റെ പേര് കയ്യഫാവ് എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ കയ്യഫാവിനേക്കാൾ അവൻ്റെ അമ്മായപ്പനായ ഹന്നാസിനാണ് ഇതിൻ്റെ കൈ. പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ യേശുവിനെ പിടിക്കാനായിട്ട് വരുന്നത് ഒരു നായാട്ട് പടയാണ്. യേശുവിനെ വേട്ടയാടുകയാണെന്ന് മനസ്സിലാക്കുക. യേശുവിനെ വേട്ടയാടുന്ന ഒരു സംഭവമാണത്. അതിനോടെങ്ങനെ പ്രതികരിക്കണം? വേട്ടയാടുന്ന ആ ആയുധം കൊണ്ട് പ്രതികരിക്കരുത്. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, വാളുറയിലിടുക. ആ കാലം കഴിഞ്ഞുപോയി. വേട്ടയാടുന്ന മനുഷ്യനെ വാളുകൊണ്ട് മര്യാദ പഠിപ്പിക്കാം എന്ന ആ ഒരു കാലഘട്ടം എന്നേ നാം അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിൻ്റെ വാള് ഇവിടെ പ്രസക്തമല്ല. അപ്പോൾ ആ വാളിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മർമ്മമുണ്ട്. അതെന്താണ്? ഈ ശത്രുത്വം എന്ന് പറയുന്നത് അത് വളരെ പരിമിതമായ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് സംഭവിക്കുന്നൊരു പാളിച്ചയാണ്, തെറ്റിദ്ധാരണയാണ്. ഈ ലോകത്തിൽ ശത്രുക്കളില്ല, എല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഈ വാൾ അപ്രസക്തം. അങ്ങനെ മാത്രമേ വാൾ അപ്രസക്തമായി പോകുകയുള്ളൂ. ലോകത്തിലുള്ള ആളുകളെ ശത്രുക്കളും മിത്രങ്ങളുമായി നിങ്ങൾ വേർതിരിച്ചാൽ വാള് മാത്രമേ നിങ്ങൾക്ക് അഭയമാകുകയുള്ളൂ.
എന്നാൽ സഹജീവികൾ ശത്രുക്കളുമല്ല, മിത്രങ്ങളുമല്ല, അവർ സഹോദരങ്ങളാണ്, അവർ സഹജീവികളാണ്, അവർ മനുഷ്യരാണ്. നാം എല്ലാവരും മനുഷ്യരാണെങ്കിൽ നാം ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകൂ. നാം ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും പരസ്പരം യുദ്ധം ചെയ്യുകയും അസാധ്യമാണ്. നാം പരസ്പരം വെറുക്കുകയും മത്സരിക്കുകയും മറ്റൊരാളെ തരം താഴ്ത്തുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് നാം മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന നാം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ്. നാം ഞായറാഴ്ച പോയി ഞാൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു, ത്രിയേക ദൈവത്തിൽ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവരത് വിശ്വസിക്കുന്നവർക്ക് അവർക്ക് മുഴുഭ്രാന്തുണ്ടാകണം, അല്ലെ അവർ വെറും വിഡ്ഢികളായിരിക്കണം. പറയുന്നവർക്ക് അറിഞ്ഞുകൂടാ, കേൾക്കുന്നവർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം ആ അനുഭവത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേട്ടയാടി നടന്ന അനുഭവത്തിൽ നിന്ന്, ഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ കൃഷി ചെയ്ത് ഒരിടത്ത് ജീവിക്കുന്ന, സെറ്റിൽഡായിട്ട് തുടർന്ന് ജീവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആ വേട്ടയാടി നടന്ന സ്വഭാവം മനുഷ്യനിൽ നിന്ന് വിട്ടുപോയില്ല. അതിൻ്റെ ഒരംശം ഞാൻ പറയാം. ഈ വേട്ടയാടി നടക്കുന്നതും കൃഷി ചെയ്ത് ജീവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? കൃഷിയിൽ അധ്വാനം വളരെ പ്രധാനമാണ്. വേട്ടയാടി നടക്കുന്നതിൽ അക്രമമാണ് പ്രധാനം. അധ്വാനവും അക്രമവും. അപ്പോൾ മനുഷ്യൻ വേട്ടയാടി നടക്കുന്നതിൽ നിന്ന് കൃഷിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അക്രമത്തിൽ നിന്ന് അധ്വാനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെ അധ്വാനത്തിൻ്റെ മേഖലയിൽ പ്രവേശിക്കുമ്പോൾ തന്നെയും, പ്രവേശിച്ച് കഴിഞ്ഞാലും ഈ അക്രമം എന്ന് പറയുന്ന പണ്ടുതൊട്ടേ പഠിച്ച പട്ടിയുടെ വാല് വളഞ്ഞിരിക്കുന്നത് പോലെ നാം വളച്ച് തന്നെ വെച്ചിരിക്കുന്ന നമ്മുടെ വാല് അക്രമത്തിൽ മാത്രം അതിനെ മനുഷ്യൻ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ചരിത്രം എത്ര മുമ്പോട്ട് പോയാലും, സംസ്കാരം എത്രമാത്രം വൈവിധ്യം നിറഞ്ഞതായാലും, മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവമായ അക്രമത്തിൽ വിശ്വസിക്കുന്ന, അത് ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോകുവാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു വലിയ അടയാളപ്പെടുത്തലാണ് ഗെത്സമനത്തോട്ടത്തിൽ നടക്കുന്നത് എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് രണ്ട് സംസ്കാരങ്ങളുടെ സംഘർഷമാണ്. വാളുകൊണ്ട് വാളിനെ നേരിട്ട് ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു, അതൊരു ഘട്ടമാണ്. എന്നാൽ വാള് അപ്രസക്തമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും നീ എടുക്കരുത്. എന്നാൽ മാത്രവുമല്ല, അവിടെ നിന്നും മനുഷ്യർക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ വേട്ടയാടി നടന്നു, കൃഷി ചെയ്തു. എന്നാൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവർ മണ്ണിനോടുള്ള ബന്ധത്തിൽ അവർ പരിമിതപ്പെട്ട് അവിടെ തന്നെ നിൽക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കർഷകരായ ആളുകൾ അവരുടെ ഗ്രാമത്തിൻ്റെ പരിധിയിൽ നിന്ന് വെളിയിൽ പോകുന്ന, അങ്ങ് ദൂരേക്ക് പോകുന്ന പരിപാടിയില്ല. അതവർക്ക് വലിയ വിമ്മിഷ്ടമാണ്. അവർ ഏതെങ്കിലും കാര്യത്തിൽ അല്പദൂരം ഒന്ന് പോയാൽ എത്രയും പെട്ടെന്ന് അവരുടെ മണ്ണിലേക്ക് മടങ്ങി വരുവാൻ അവരുടെ ആത്മാവ് ദാഹിക്കും. അവരുടെ ആത്മാവ് ആ മണ്ണിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതിലും പരിമിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ എൻ്റെ ഭൂമി നിൻ്റെ ഭൂമി, എൻ്റെ രാജ്യം നിൻ്റെ രാജ്യം, എൻ്റെ പാർട്ടി നിൻ്റെ പാർട്ടി, എൻ്റെ സഭ നിൻ്റെ സഭ, എൻ്റെ മതം നിൻ്റെ സഭ, നിൻ്റേത് എൻ്റേത് എന്ന ഈ ഒരു വലിയ വിഭജനത്തിൻ്റെ ഭിത്തി, വോൾ ഓഫ് ഡിവിഷൻ, അത് കൃഷി സംസ്കാരത്തിൻ്റെ ഒരു അനിവാര്യ ഭാഗമാണ്. നായാടി നടക്കുന്ന മനുഷ്യന് ഭിത്തിയില്ല. ദ ഹണ്ടർ ഡസൻറ്റ് ഹാവ് വാൾസ്. ആർക്കാണ് അതിര് വേണ്ടത്? കൃഷിക്കാരനാണ്. ഈ അതിര് ശത്രുതയുണ്ടാക്കുന്ന പരിപാടിയാണ്. നായാടി നടക്കുന്നവൻ്റെ ആയുധങ്ങളാണ് ശത്രുത ഉണ്ടാക്കുന്നതെങ്കിൽ, കൃഷി സംസ്കാരത്തിൽ വസിക്കുന്ന ആളുകളുടെ അതിർവരമ്പുകളാണ് ശത്രുത ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, യേശു വേർപാടിൻ്റെ ശത്രുത്വത്തിൻ്റെ നെടുഞ്ചുവരുകൾ ഇടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ജീസസ് ഹാസ് ഡിസ്ട്രോയിഡ് ദ വോൾസ് ഓഫ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ വേട്ടയാടുന്ന സംസ്കാരം പിന്നിട്ടു.
കാർഷിക സംസ്കാരം പിന്നിട്ടു. ഇത് സാർവലൗകികമായ ഒരു സംസ്കാരത്തിലേക്ക് യേശു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും. ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശം. അത് ആ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ കടുകുമണി ഭൂമിയുടെ അറുതി വരെയും അതിൻ്റെ കൊമ്പുകളയക്കുന്നത്. ഇത് പ്രകൃതിയുടെ കടുമണി ചെയ്യുന്ന കാര്യമല്ല. പ്രകൃതിയുടെ കടുകുമണി വെച്ച് നിങ്ങളിതിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചിരിക്കും. യേശു മണ്ടത്തരമാണ് പറയുന്നത് വിചാരിക്കും. പ്രതീകാത്മകമായി നിങ്ങളതിനെ വായിച്ചാൽ ഇത് പ്രകൃതിയുടെ കടുകുമണിയല്ല. ഇത് യേശുവിൻ്റെ അന്നുവരെയും ഇല്ലാതിരുന്ന, എന്നാൽ മനുഷ്യരാശിക്ക് ആവശ്യമായ നൂതനമായ പുതിയതായ ആത്മീയ ദർശനം. അതെന്താണ്? ലോകമേ തറവാട്. ഈ ലോകം മുഴുവനും ഒന്നാണ്. അതിൻ്റെ പേര് ദൈവരാജ്യമെന്നാണ്. അത് ഒരു ജനതയുടെ പരിധിയിലോ ഒരു രാജ്യത്തിൻ്റെ പരിധിയിലോ ഒരു ഭൂഖണ്ഡത്തിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അത് ഈ ഭൂമിയെ മുഴുവനും ആശ്ലേഷം ചെയ്യേണ്ടതാണ്. അതിൻ്റെ പേരാണ് ദൈവരാജ്യം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ വളരണം. അപ്പോൾ വേട്ടയാടി നടക്കുന്ന മനുഷ്യന് അവൻ അധ്വാനിച്ച് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിൻ്റെ മേൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു. ദ ഹണ്ടർ ഈസ് സിംഗുലർലി ഫോക്കസ്ഡ് ഓൺ ഹിസ് ഗെയിം. ഗെയിം എന്ന് പറഞ്ഞാൽ ഏത് മൃഗത്തെ പിടിച്ച് ഭക്ഷണമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ തരാം. അതിന് ഗെയിം എന്ന് പറയും. ദാറ്റ് ഈസ് ദ ആനിമൽ ദാറ്റ് ഈസ് ഹണ്ടഡ്. ഹണ്ടർ ആൻഡ് ഹണ്ടഡ്. ദ ആനിമൽ ഹണ്ടഡ് ഈസ് ഗെയിം. GAME, ഗെയിം. അപ്പോൾ എ ഹണ്ടർ ഈസ് ടോട്ടലി ഫോക്കസ്ഡ് ഓൺ ദ ഹണ്ടഡ് ഓർ ദ ആനിമൽ ദാറ്റ് ഈസ് ബീയിങ് ഹണ്ടഡ്. അവൻ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ നിന്നൊരുപടി അങ്ങോട്ട് മാറുമ്പോൾ കർഷകൻ അവൻ്റെ ആ ഭൂമി മുഴുവനും ശ്രദ്ധിക്കുന്നു. അപ്പോൾ വളരുകയാണ്. അതിൽ നിന്ന് ഒരു വലിയ വളർച്ച മനുഷ്യർ സംഭവിക്കുകയാണ്. എന്താണ്? എൻ്റെ ഇട്ടാവട്ടം മാത്രമല്ല, ഈ ഭൂമി മുഴുവനും എൻ്റെ തറവാടാണ്. ഇത് മുഴുവനും എൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. അതിൻ്റെ നിലനിൽപ്പിനെ മാനിച്ചുകൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? യഹോവ ആദാമിനെ തോട്ടത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ട് അതിൽ അധ്വാനിപ്പാനും അതിനെ കാക്കുവാനും. ഏദൻ തോട്ടം എന്നത് ഈ ലോകത്തിൻ്റെ ആകമാനമായ പ്രതീകമാണ്. അതൊരു ചെറിയ തോട്ടമല്ല, അത് ഭൂമിയുടെ ആകമാനമായ പ്രതീകമാണ്. ഇറ്റ്സ് എ സിമ്പിൾ ദറ്റ് എംബ്രേസസ് ദ ഹോൾ ഓഫ് ദി എർത്ത്. അവിടെ സാർവലൗകികമായ ദർശനമുണ്ട്. അതിൽ നിന്ന് മനുഷ്യൻ വഴിതെറ്റി അവൻ വേട്ടയാടി ഒരു മൃഗത്തിൽ മാത്രം ശ്രദ്ധിച്ചു. നമ്മൾ ആരോടെങ്കിലും കോപിക്കുമ്പോൾ നാം ഒരു മൃഗത്തിൽ മാത്രമാണ്. നമ്മുടെ കണ്ണിൽ അദ്ദേഹം ഒരു മൃഗമാണ്, അവനെ എങ്ങനെയെങ്കിലും നിലം പരിശാക്കാം എന്നതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അവനിൽ എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാം, അവൻ ഏതെല്ലാം വിധത്തിൽ വെറുക്കുവാനുള്ള കാരണം കണ്ടുപിടിക്കാം, അവനെ ഏറ്റവും നികൃഷ്ടമായി എങ്ങനെ ചിത്രീകരിക്കാം, അവനിൽ ഒരു നന്മയുമില്ല എന്നെങ്ങനെ തെളിയിക്കാം എന്ന് മാത്രമേ. അത് നായാടൻ്റെ അവനിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നായാടുന്ന നല്ലൊരു സംഭവം നമ്മുടെ ഇടയിലുണ്ടായല്ലോ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും. PP ദിവ്യ എന്ന് പറയുന്ന ഒരു കേമി മിടുക്കി, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്. അവർ നവീൻ ബാബു എന്ന് പറയുന്ന ADMൻ്റെ യാത്രയപ്പിന് പോയി നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നായാട്ടുകാരി എങ്ങനെ സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ്, അതാണ് നായാടുക. വാക്കുകൊണ്ട് വേട്ടയാടുന്ന അങ്ങനെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് നമുക്കറിയാം. ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള വേട്ടയാടുന്ന ആ ഒരു മൃഗം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പരിഷ്കൃത ലോകത്തിൽ പരിഷ്കാരത്തിൻ്റെ സാരി ഉടുത്ത് വന്നിരുന്ന് വേട്ടയാടൽ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ കളക്ടർ മൂക്കും ചൊറിഞ്ഞുകൊണ്ടിരുന്നോളും. അദ്ദേഹവും ഈ മൃഗത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നായാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പാവപ്പെട്ട ഒരു മനുഷ്യനെ വേട്ടയാടിയപ്പോൾ ഇദ്ദേഹം
IAS മൂക്കും ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പറയുന്ന ആശയത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ട സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് ഒരു മീഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. അപ്പോൾ വേട്ടയാടപ്പെടുന്ന മൃഗത്തിൽ നിന്ന് മാത്രം ആ കേന്ദ്രം അതിൽ നിന്ന് വികസിച്ച് ഒരു ഭൂമിയുടെ ഒരു കഷണം, അതിൽ നിന്ന് വികസിച്ച് ഈ ഭൂമി ആകമാനം, അതാണ് വളർച്ച. ഈ ഒരു ദർശനമാണ് യേശു നൽകിയത്. എന്നാൽ ഇനിയും കള്ളപ്രവാചകൻ ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദർശനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ മധ്യത്തിൽ ഇടം പിടിക്കുകയും എന്നാൽ വേട്ടയാടൽ സംസ്കാരത്തിൻ്റെ മാത്രം മനോഭാവവും താല്പര്യവും കാഴ്ചപ്പാടും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരാണ് കള്ളപ്രവാചകന്മാർ. വേട്ടയാടുന്ന സംസ്കാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ വേട്ടയാടുന്നതിലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അധ്വാനിക്കാതെ വേട്ടയാടുന്നതിലുള്ള ആ നിമിഷത്തിലുള്ള അധ്വാനമേ ഉള്ളൂ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിത്ത് വിതയ്ക്കുന്നു, അതിനെ പരിചരിക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളം കൊടുക്കുന്നു, കാത്തിരിക്കുന്നു, അതിൻ്റെ സമയം വരുമ്പോൾ കൊയ്യുന്നു. ദീർഘമായ അധ്വാനമാണ്. വേട്ടയാടുന്നത് പോയി പിടിച്ചു വന്നു. ചിലപ്പോൾ അത് ക്ലേശമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കർഷകൻ്റെ അധ്വാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കരുതലില്ലാത്ത അധ്വാനമാണ് വേട്ടയാടുന്നത്. കർഷകൻ കരുതി മാത്രമേ അധ്വാനിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ യേശുവിൻ്റെ ദർശനത്തിൻ്റെ മധ്യത്തിൽ വരികയും അതിനെ അവരുടെ ചരക്കാക്കി അധപ്പതിപ്പിച്ച് പഴയ കിരാതമായ മനോഭാവത്തോടും പ്രവർത്തന രീതിയോടും താല്പര്യത്തോടും മാത്രം യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ വഴിയെ, അവൻ കാണിച്ചു തന്ന മാർഗത്തെ സ്വന്തം താല്പര്യത്തിൻ്റെ ഉപഭോക്ത വസ്തുവായി തരംതിരിക്കുന്നവൻ, അതുകൊണ്ട് മുതലെടുക്കുന്നവൻ, അത് വിപണിയിലാക്കുന്നവൻ, വിൽപ്പന ചരക്കാക്കുന്നവൻ, അവൻ ആരാണ്? അവൻ കള്ളപ്രവാചകനാണ്. അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകും, അത് പുരോഹിതവർഗം തന്നെയാണ്. നിങ്ങൾ പുരോഹിതവർഗത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ചരിത്രമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഉള്ള വെറുപ്പല്ല. സത്യം ഇതാണ്. ചരിത്രം, നരവംശാസ്ത്രം, ആന്ത്രോപോളജി, സോഷ്യോളജി, ഫിലോസഫി, ഹിസ്റ്ററി ഓഫ് റിലിജിയൻസ്, ഇതെല്ലാം ഒന്നുപോലെ സാക്ഷീകരിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് സത്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ളവർക്ക് മാത്രമാണ്. മതങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഭാവം അത് രണ്ട് ഘട്ടങ്ങളുടെ സങ്കരമാണ്. അതായത് മനുഷ്യൻ വേട്ടയാടി നടന്ന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ സ്വഭാവവും, അതിനുശേഷം മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി പാർത്ത് കൃഷി ചെയ്ത് കാർഷികമായ ജീവിത രീതി അവലംബിച്ച ഈ രണ്ട് ഘട്ടത്തിൻ്റെയും ആകെത്തുകയിലാണ് മതം നിൽക്കുന്നത്. മതത്തിന് എപ്പോഴെങ്കിലും അപകടമുണ്ട് എന്ന് തോന്നുമ്പോൾ മതം എന്ത് ചെയ്യുന്നു? ആ വേട്ടയാടുന്ന മനോഭാവത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുവിനെ കൊന്നൊടുക്കിയാൽ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് അന്നത്തെ പുരോഹിത വർഗം നിശ്ചയിച്ചത്. അപ്പോൾ മതമേഖലയിലെ നായാട്ടുകാരാണ് പുരോഹിതർ എന്നത് ചരിത്രബോധമുള്ള ഏവരും ഒന്നുപോലെ സമ്മതിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിൽ പൂർണ്ണ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ രണ്ട് കൂട്ടരെയും അവരുടെ പുരോഹിത വർഗത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചാൽ മതി. ഇവർ നല്ല മനുഷ്യരാണ്. യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും നല്ല മനുഷ്യരാണ്. എന്നാൽ അവരെ മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുവാൻ, പരസ്പരം കടിച്ചു കീറുവാൻ, പരസ്പരം വേട്ടയാടുവാൻ പ്രേരിപ്പിക്കുന്ന ആരാണ്? പുരോഹിതവർഗം മാത്രമാണ്. അവരില്ലെങ്കിൽ ഇവർ സഹോദരങ്ങളെപ്പോലെ ജീവിക്കും, സംശയമില്ല. ഇതുകൊണ്ടെങ്കിലും നാം തിരിച്ചറിയണ്ടേ, നിങ്ങൾ മതമേഖലയിൽ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കുരിശ് യുദ്ധം തൊട്ട് ഇന്ന് വരെ, അല്ല യേശുവിൻ്റെ ക്രൂശീകരണം തൊട്ട് ഇന്ന് വരെ മതമേഖലയിൽ എപ്പോഴെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നിങ്ങളത് പരിഗണിച്ച് നോക്കൂ. ഞാൻ ഈ പറയുന്ന മർമ്മത്തിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനും, ചോര ചീന്തുവാൻ വഴിയൊരുക്കിയത് മുഴുവനും, കൊലയ്ക്കും കൊലപാതകത്തിനും വഴിയൊരുക്കിയതും ആഹ്വാനം നൽകിയതും അത് പരിശുദ്ധമാണെന്ന് പഠിപ്പിച്ചതും പുരോഹിതവർഗം മാത്രമാണ്. അവർ നായാട്ട് സംസ്കാരത്തെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ അധ്വാനിക്കത്തില്ല, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുന്നു. കാർഷിക സംസ്കാരത്തിൽ പോലും മനുഷ്യൻ അധ്വാനിക്കണം. എന്നാൽ ഈ വേട്ടയാടൽ സംസ്കാരത്തിൽ, നായാട്ട് സംസ്കാരത്തിൽ പുരുഷൻ പോയി അധ്വാനിക്കുന്നു, സ്ത്രീ അത് പാചകം ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ നായാട്ട് സംസ്കാരത്തിലെ സ്ത്രീകൾക്ക് തുല്യമാണ് പുരോഹിതന്മാർ. അവർ അധ്വാനിക്കേണ്ട, മറ്റുള്ളവർ അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം. ആ സ്ത്രീകൾക്ക് പാചകം ചെയ്യുകയും വേണം, ഇതതും വേണ്ട, യാതൊരു അധ്വാനവുമില്ല. അത് ഞായറാഴ്ച നിങ്ങൾ അധ്വാനിച്ചതിൻ്റെയൊക്കെ ഫലം കൊണ്ടുവരണം, അത് ദൈവത്തിനാണെന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ്, അതിനേക്കാൾ വലിയ കള്ളമില്ല. ഇത് ദൈവത്തിൻ്റെ വേലയ്ക്കാണെന്ന് പറയുന്ന പുരോഹിതനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ്റെ ചെറിയുടെ ഒരു മൂലയിൽ കൂടെ അവൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവൻ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് അവനറിയാം. ആരും കൊടുക്കരുതെന്നല്ല ഞാനീ പറയുന്നത്, പക്ഷേ കൊടുക്കുമ്പോൾ ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ മാഹാത്മ്യമാണ്, കൊടുക്കണം, ഉദാരമായി കൊടുക്കണം. പക്ഷേ ഇവർ പറയുന്നത് കള്ളമാണ്, ശുദ്ധ കള്ളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് 4 സുവിശേഷം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ വെളിച്ചത്തിലൊന്ന് പരിഗണിക്കൂ. ആരാണ് കള്ളപ്രവാചകന്മാർ? പുരോഹിതവർഗം തന്നെയാണ്. അപ്പോൾ ആൾ പറയും, ഞങ്ങൾക്ക് നല്ല അച്ഛന്മാരെ അറിയാം. എനിക്ക് നല്ല അച്ഛന്മാരെ അറിയാം, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു വർഗത്തെ പറ്റിയാണ് പറയുന്നത്, ഒരു പ്രൊഫഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കള്ളന്മാരുടെ ഇടയിൽ നല്ല ആളുകളുണ്ട്, എനിക്കറിയാം. നിങ്ങൾ ഒരു ബോംബെ അണ്ടർവേൾഡിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അണ്ടർവേൾഡിലെ ഗ്യാങ്ങിനകത്തെ മെമ്പേഴ്സ് ഒരിക്കലും അവരെ ബിട്രേ ചെയ്യത്തില്ല. അവർ പരസ്പരം 100% സത്യസന്ധരായിരിക്കും. അവർ പരസ്പരം കരുതും. ഒരാൾക്ക് എന്തെങ്കിലും മുറിവ് വന്നാൽ മറ്റവർ സഹിക്കുകയില്ല. അത്രയും കരുതലും പരസ്പരമായ ബന്ധവും സ്നേഹമൊന്നും നമുക്കാർക്കുമില്ല. അപ്പം അതുകൊണ്ട് അണ്ടർവേൾഡ് നല്ലതാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു മൂളയുമില്ല. ഒരു വർഗത്തിൻ്റെ പ്രവർത്തന രീതി എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവർ ഏത് മർമ്മത്തെ ആശ്രയിച്ച് കഴിയുന്നു, അവരുടെ ലക്ഷ്യം എന്താണ്, അവർക്ക് സത്യത്തോട് ബന്ധമുണ്ടോ ഇല്ലോ, ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. ഇവിടെ നാം തെറ്റിദ്ധരിക്കരുത്. സത്യം തിരിച്ചറിയാനുള്ള ധൈര്യം നാം കാണിക്കണം. യേശു കള്ളപ്രവാചകൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് യാതൊരു സംശയമില്ല, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ സംശയം ഇനി അവശേഷിക്കുന്നില്ല, അത് പുരോഹിതവർഗത്തെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്താണ് പുരോഹിതവർഗം ചെയ്യുന്നത്? ആരെന്ത് മഹനീയമായ ദൗത്യം ചെയ്താലും അത് സ്വന്തം താല്പര്യത്തിൻ്റെ കച്ചവടച്ചരക്കാക്കി മാറ്റി, അതാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചത് എന്ന പച്ചക്കള്ളം പറഞ്ഞ് മനുഷ്യനെ കിരാതമായ സംസ്കാരത്തിൽ കെട്ടിയിടുന്ന, അതുകൊണ്ട് വലിയ ലാഭം കൊയ്യുകയും വലിയ മാന്യത പ്രാപിച്ച് നടക്കുകയും ചെയ്യുന്ന, അങ്ങാടിയിൽ വന്ദനവും സഭയിൽ മുഖ്യാസനവും ഒക്കെ പ്രാപിച്ചിങ്ങനെ ഇരിക്കുന്ന അവരാണ് കള്ളപ്രവാചകർ എന്നതിന് വചനത്തോട് ബന്ധമുള്ള ആർക്കും സംശയമുണ്ടാകാൻ സാധ്യമല്ല. എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് യേശു പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും, അവർ ആടിൻ്റെ വേഷം ധരിച്ച് നിങ്ങളുടെ മധ്യത്തിൽ വരും, പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ആ ചെന്നായ്ക്കളുടെ പ്രവർത്തന രീതി, അതിൻ്റെ നാനാമുഖമായ അവസ്ഥകൾ, സ്വഭാവങ്ങൾ, മുഖങ്ങൾ നാം അനവധി കണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഒരു ബൗദ്ധികമായ ഫ്രെയിംവർക്ക് ജനങ്ങൾക്കില്ലാത്തത് കൊണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അതങ്ങനെയൊക്കെ നടക്കും, ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിലാശ്വാസം പൂണ്ട് കിടക്കുകയാണ്. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു, ഈ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് ഇതിനപ്പുറത്ത് ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് ദയവായി യേശുവിൻ്റെ സമീപനം നിങ്ങൾ സൂക്ഷിപ്പീൻ. യേശുവിൻ്റെ ആത്മീയ ദൗത്യത്തിൻ്റെ പ്രാഥമികമായ പ്രവർത്തന മർമ്മം ജനങ്ങളെ
പുരോഹിത മേൽക്കോയ്മയുടെ നുകത്തിൻ്റെ കീഴിൽ നിന്ന് വിടുവിച്ച് അവരെ ദൈവത്തോട് അടുപ്പിക്കുകയും അങ്ങനെ അടുക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സിൽ സ്നേഹം, സമാധാനം, നീതിബോധം, കരുണ ഇങ്ങനെയുള്ള ദൈവികമായ സ്വഭാവ വിശേഷങ്ങൾ നിറയുകയും ചെയ്യുമ്പോൾ അവർ മനുഷ്യത്വത്തിൻ്റെ അതിമനോഹരമായ ഔന്നത്യമേറിയ അവസ്ഥ പ്രാപിക്കും. അങ്ങനെ അവർ സമർത്ഥമായ ജീവൻ്റെ ഉടമകളായിത്തീരും. ഇതാണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സാരാംശം. അതിനെ കച്ചവടച്ചരക്കാക്കി കിരാതമായ ആ കാഴ്ചപ്പാടിൽ ഇതെല്ലാം വളച്ചൊടിച്ച് വികൃതമാക്കി വ്യക്തിപരമായും ഒരു വർഗ സംബന്ധമായ സ്ഥാപിത താല്പര്യങ്ങളുടെ പിണ്ണാക്കാക്കി മാറ്റുന്നവരാണ് ഈ കള്ളപ്രവാചകന്മാർ എന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി, സത്യം തിരിച്ചറിയാനുള്ള ധൈര്യം നൽകട്ടെ. ആമേൻ.